Good afternoon. Good afternoon, ma'am. ജസ്മിനെ കുറച്ച് ദിവസമായില്ല കണ്ടിട്ട് ഇതായിരുന്നോ ക്ലാസ്സില്? കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു മാം. എന്ത് പറ്റി? നാട്ടിൽ വരെ പോയേക്കുമായിരുന്നു. ഓക്കെ. അതിനു മുന്നേ മോൾക്ക് പനി, ജലദോഷം അങ്ങനെ. മാറിയോ എന്നിട്ട്? മാറി. വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കിയോ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു മാം ഞാൻ. എന്ത് പറ്റി? എനിക്ക് ഒട്ടും സുഖമില്ല മാം. ഓക്കെ. ഉണ്ടായിരുന്ന കുട്ടികൾ വായിച്ചു നോക്കിയോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. വായിച്ചു. ഓക്കെ. എന്തായിരുന്നു ഓഡിറ്റിംഗ്? എന്താ ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞത്? എന്തായിരുന്നു ഓഡിറ്റ്? എന്തായിരുന്നു ഓഡിറ്റ്? ഓഡിറ്റ് എന്തായിരുന്നു? ഹഫ്സ പറഞ്ഞേ. വായിച്ചെന്നല്ലേ പറഞ്ഞത്? പറഞ്ഞു നോക്കിയൊന്ന് മനസ്സിലായത് പറഞ്ഞാൽ മതി. ഒന്ന് പറയോ മനസ്സിലായത്? ഒരു ടോട്ടൽ എസ്റ്റിമേഷൻ എടുക്കുക റിഗാർഡിങ് എന്തൊക്കെ കെയർ കൊടുത്തു, കെയർ ഓഫ് പേഷ്യൻസിന് സിസ്റ്റമാറ്റിക് വേയിൽ. അതാണ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്? വൈ ഓഡിറ്റ്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത് നമ്മള്? എന്തൊക്കെയാ പറഞ്ഞത്? ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്? ആരും വായിച്ചില്ലേ? വായിക്കുന്നില്ലേ? പറഞ്ഞോ. കണക്ക് വിവരങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി. പിന്നെ രേഖകള്, ഡേറ്റ, റിസോഴ്സ് ഇവ മൂന്നിന്റെ സഹായത്തോടു കൂടിയാണ് ഇവ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്തിനായിരുന്നു വൈ ഓഡിറ്റ്? എന്തൊക്കെയാ പറഞ്ഞ നമ്മള്? പോയിന്റ്സ്. പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാന്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് യൂസ്ഫുൾ ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവാനായിട്ട്. കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. ഇപ്പോഴത്തെയും അതുപോലെ തന്നെ ഫ്യൂച്ചറിലെ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാനായിട്ട്. പിന്നെന്താ? ഓക്കെ. CPA എന്തായിരുന്നു? CPA കെയർ പ്രോഗ്രാം അപ്രോച്ച്. കെയർ പ്രോഗ്രാം അപ്രോച്ച്. അതിലെന്താ പറയുന്നത്? കെയർ പ്രോഗ്രാം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന് കംപ്ലൈന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ CPAയുടെ കീഴിലാണ് തീർപ്പാക്കുന്നത്. ഇനി നെക്സ്റ്റ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്തായിരുന്നു?
ഓരോ ഹോസ്പിറ്റലിനും പല ക്രൈറ്റീരിയയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ആ ക്രൈറ്റീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. അത് ഓഡിറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന് പുറത്തു നിന്ന് ഉള്ള സ്റ്റാഫുകളായിരിക്കും. ഇന്റേണൽ ഓഡിറ്റ് എന്തായിരുന്നു? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോ എന്താ? ഇന്റേണൽ എന്തായിരുന്നു? ഹോസ്പിറ്റലിന്റെ അകത്തുള്ള പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ധാരാ ചെയ്യാം. ഹോസ്പിറ്റലിന്റെ അകത്തുണ്ടാകും സ്റ്റാഫ്സ്. ഇനി മെഡിക്കൽ ഓഡിറ്റ് എന്തായിരുന്നു? മെഡിക്കൽ ഓഡിറ്റ് മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ച ശേഷം മുൻകാലങ്ങളിലെ വൈദ്യ പരിശോധന എങ്ങനെയുണ്ട് നോക്കിയിട്ട് അത് ാണ് ഇവാലുവേഷൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങള് മനസ്സിലായില്ലേ? ഡൗട്ട് വല്ലതുണ്ടോ? നെക്സ്റ്റ് എടുക്കാം നമുക്ക്. ഓക്കെ ആണ് എല്ലാവരും? 1 മിനിറ്റ്. ഇനി നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. നോക്കിക്കോളൂ, ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റ് covers all features of clinical care including that provided by nursing and paramedical staff. എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? നഴ്സിംഗ് സ്റ്റാഫുകള് അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്സ് ഉണ്ടാവുമല്ലോ, എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. എന്താ പറയുന്നത്? നഴ്സിംഗ് സ്റ്റാഫുകള് അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്സ് എന്നിവർ നൽകുന്ന ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിയർ ആയോ? എന്താ ചെറുതാക്കി പറഞ്ഞു തരാം. എന്താണ്? നഴ്സിംഗ് സ്റ്റാഫുകള് അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെ പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യുന്ന ഓഡിറ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഇവരുടെ ഈ രണ്ടുപേരുടെയും നഴ്സിംഗ് സ്റ്റാഫുകളുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യുന്നു. അതാണ് ക്ലിനിക്കൽ ഓഡിറ്റില് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നഴ്സിംഗ് സ്റ്റാഫുകളുടെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ എന്താണെന്നുള്ളത്? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? Okay, clinical audit, a quality improvement process that tries to enhance patient care and effects through systematic analysis of care of a healthcare team against clear-cut criteria and the implementation of change. എന്തിനു വേണ്ടിയിട്ടാണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. എന്താണ്? അടിയിൽ വരച്ചു വെക്കാം. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്. അതുപോലെ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? എൻഹാൻസ് പേഷ്യന്റ് കെയർ. എന്താണ് എൻഹാൻസ് എന്ന് പറഞ്ഞാല്? രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. എൻഹാൻസ് പേഷ്യന്റ് കെയർ. എൻഹാൻസ് എന്താ? എൻഹാൻസ് എന്താണ്? എൻഹാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉയർത്തുക അല്ലെ? ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. പേഷ്യന്റ് കെയറിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ എന്താണ്? സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് കെയർ ഓഫ് ദ healthcare team against clear-cut criteria and the implementation of change. Systematic analysisലൂടെ ഒരു ഓർഗനൈസേഷന്റെ കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്നു. അതാണ് 3 പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ്.
അതുപോലെ സെക്കൻഡ് പോയിന്റ് ആണ് എൻഹാൻസ് പേഷ്യന്റ് കെയർ. അതുപോലെ തന്നെ തേർഡ് പോയിന്റ് എന്താ പറഞ്ഞത്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസിലൂടെ ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് കെയർ എങ്ങനെയുള്ളതാവണം എന്ന് വിലയിരുത്തുന്നു. അതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിയർ ആയോ? എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റിൽ പറഞ്ഞത്? നമ്മള് നഴ്സിംഗ് സ്റ്റാഫുകളുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫുകളുടെയും പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്? എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ എൻഹാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ സിസ്റ്റമാറ്റിക് അനാലിസിസിലൂടെയും ഒരു ഓർഗനൈസേഷന്റെ ഹെൽത്ത് കെയർ എങ്ങനെ വേണം, എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നോക്കിയേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞത്. ഇനി എന്താണ് നെക്സ്റ്റ് ആണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ഓർഗനൈസേഷണൽ ഓഡിറ്റ് മീൻസ് investigation of practice like appointment system, policy, practices, standards which are considered as primarily administrative functions. അപ്പോ എന്താ പറയുന്നത്? ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്നാല് അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ്, അതുപോലെ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് അല്ലെ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ ഓരോ പോളിസീസും ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും പോളിസിയും പ്രൊസീജിയേഴ്സും എഴുതിത്തരുന്നത് അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ആണ് അല്ലെ. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആയാലും ഇവയുടെ ഒക്കെ എന്താണ് ടോട്ടൽ ആയിട്ടുള്ള ഇവയെ കുറിച്ചുള്ള ടോട്ടൽ ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞാല്. ഓർഗനൈസേഷൻ ഓഡിറ്റ് നിങ്ങൾക്ക് അറിയാലോ എന്താണ്? ആ ഓർഗനൈസേഷൻ മൊത്തത്തിലുള്ളൊരു വിലയിരുത്തല്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, പ്രാക്ടീസസ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഉണ്ടാവും. ഇവയുടെയൊക്കെ മൊത്തത്തിലുള്ള വിലയിരുത്തല് അതാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ക്ലിയർ ആയോ? ക്ലിനിക്കൽ ഓഡിറ്റും ഓർഗനൈസേഷണൽ ഓഡിറ്റും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കി, വായിച്ചു നോക്കട്ടോ. ഓക്കെ ആണ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇത് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഓഡിറ്റില് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ എടുത്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ എന്തൊക്കെ വിഷയം എടുക്കും? ചിലപ്പോൾ എന്താണ് പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള ഓരോ വിഷയം ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ടാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ്സ് അല്ലെ, പെർസെന്റേജ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിലോട്ട് എത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ആ ടോപ്പിക് എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് എന്താണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. അത് നേരിട്ട് നിരീക്ഷിക്കണം. അതാണ് ഫസ്റ്റ് മെത്തേഡ്. ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ ഓഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? ചെക്ക് ലിസ്റ്റുകൾ അല്ലെ. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് നടത്തുമ്പോൾ
രേഖകൾ നോക്കിയിട്ട് ഓഡിറ്റ് നടത്താറുണ്ട്, പല രേഖകളും. അപ്പൊ ആ രേഖകൾ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വെക്കണം, അല്ലെ? എടുത്തു വെക്കണം. ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് രേഖകൾ വെക്കണം, റെഡിയാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്. എന്തൊക്കെ റെക്കോർഡ്സ് ആണ് ഓഡിറ്റ് നടത്തുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത്? പറയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മെയിൻ ആയിട്ട് എന്തൊക്കെ റെക്കോർഡ്സ് ആണ് വേണ്ടത്? എന്തൊക്കെ റെക്കോർഡ്സ് ആണ് വേണ്ടത് മെയിൻ ആയിട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ? ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ആരുടെ റെക്കോർഡ്സ് ആണ് വേണ്ടത്? മെഡിക്കൽ റെക്കോർഡ്സ്, അല്ലെ? പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് മെയിൻ ആയിട്ട് ആ ഓഡിറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ്സുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കണം, അതിലൂടെയും ഓഡിറ്റ് നടത്താം. അതുപോലെ തന്നെ എന്താണ്? ക്വസ്റ്റ്യനെയേഴ്സ്, അല്ലെ? എന്താ ക്വസ്റ്റ്യനെയേഴ്സ്? ക്വസ്റ്റ്യനെയേഴ്സ് എന്താ? പഠിച്ചിട്ടുണ്ടല്ലോ മാർക്കറ്റിംഗിലൊക്കെ. ക്വസ്റ്റ്യനെയേഴ്സ് എന്താ? ക്വസ്റ്റ്യനെയർ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെയാ? ചോദ്യാവലി, അല്ലെ? നമ്മള് സർവേ പോലെ തന്നെ ആളുകളോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതാണ് ക്വസ്റ്റ്യനെയേഴ്സ്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്. ഇനി ഇന്റർവ്യൂസ് എന്താ? നമ്മൾ ഇതുപോലെ തന്നെ, അല്ലെ? ആളുകളോട് ഇന്റർവ്യൂ നടത്തി, പല പല ക്വസ്റ്റ്യൻസ് നടത്തി, കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതുപോലെ ക്ലിനിക്കൽ കേസ് റിവ്യൂ. എന്താ പറഞ്ഞത്? രോഗി പരിചരണം എങ്ങനെയാണ്? ക്ലിനിക്കൽ കേസ് റിവ്യൂ ആണ്, അല്ലെ? രോഗികളുടെ പരിചരണം എങ്ങനെയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റലുകളാണെങ്കിൽ പലതരത്തിലുള്ള പേഷ്യൻസ് ഉണ്ടാവും. അവരോടൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ, നേരിട്ട് നമുക്ക് നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് റിപ്പോർട്ട് തയ്യാറാക്കാം. ചെക്ക് ലിസ്റ്റുകൾ വഴി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം. അതുപോലെ പല ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ പല റെക്കോർഡ്സ്, മെയിൻ ആയിട്ട് പറയുന്നത് പേഷ്യൻസ് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. ആ റെക്കോർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ ക്വസ്റ്റ്യനെയേഴ്സ്, പല പല ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട്, സർവേ പോലെ തന്നെയുള്ള ഒരു മെത്തേഡാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ ഇന്റർവ്യൂസ് സെയിം തന്നെയാണ് കേട്ടോ. ഇന്റർവ്യൂ മറ്റു പേഷ്യൻസിനോട് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ ചോദിച്ചുകൊണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് എന്താണ്? ഇന്റർവ്യൂ വഴി ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ക്ലിനിക്കൽ കെയർ, രോഗികളോട് ക്വസ്റ്റ്യൻസ്, നമ്മുടെ വരുന്ന പേഷ്യൻസിനോട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് പല പല ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാം. ഈ മെത്തേഡ്സ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഏതൊക്കെയാണ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ആൻഡ് റിപ്പോർട്ട്സ് ഉണ്ട്, ക്വസ്റ്റ്യനെയേഴ്സ്, ഇന്റർവ്യൂസ്, ക്ലിനിക്കൽ കേസ് റിവ്യൂ. ക്ലിയർ ആയോ? ഓക്കെ. അതുപോലെ തന്നെ ഈ ഓർഗനൈസേഷണൽ ഓഡിറ്റ്, മെഡിക്കൽ ഓഡിറ്റ് എന്താണ്, അതുപോലെ ക്ലിനിക്കൽ ഓഡിറ്റ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്? രണ്ട് തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ആണുള്ളത്. കൺകറന്റ് ഓഡിറ്റും അതുപോലെ തന്നെ retrospective auditum. Okay, concurrent audit, retrospective audit. First നോക്കിയേ, concurrent audit. Care is assessed at the time it is taking place. എന്താ പറഞ്ഞത്? പരിചരണം, ശ്രദ്ധിച്ചു കേട്ടോളെ, കൺകറന്റ് ഓഡിറ്റ് ആണ് പറയുന്നത് കേട്ടോ. പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. എഴുതി വെക്കേണ്ടവർ എഴുതി വെച്ചോളൂ കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. പരിചരണം അത് നടക്കുന്ന സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു. അതാണ് കൺകറന്റ് ഓഡിറ്റ്. പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഒരു രോഗി ഹോസ്പിറ്റലിലോട്ട് വന്നു, ആ രോഗിയെ പരിചരിക്കുന്നു. ആ പരിചരണം നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷൻ ചെയ്യുന്നു. അതാണ് എന്ത്?
കൺകറന്റ് ഓഡിറ്റ്. ക്ലിയർ ആയോ? പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. അതാണ് കൺകറന്റ് ഓഡിറ്റ്. ബാങ്കിലൊക്കെ കൺകറന്റ് ഓഡിറ്റ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ബാങ്കിൽ ഇപ്പൊ എന്താ പൈസ എന്തെങ്കിലും കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് എഴുതിയിട്ട് നമ്മള് കൊണ്ടുപോയിട്ട് കൊടുക്കും അല്ലെ, ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട്. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് അവര് എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ലെ, ആ കൊടുക്കുന്ന സമയത്ത് അതാണ് അവിടെ പ്രത്യേകത. ആ സമയത്ത് തന്നെ അവര് റെക്കോർഡ് ചെയ്ത് എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട് കമ്പ്യൂട്ടറിൽ. ക്ലിയർ ആയോ? ഇവിടെ എന്താണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചരണം നടക്കുന്ന സമയത്ത് ഇവാലുവേഷൻ ചെയ്യുന്നു. ബാങ്കില് നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ആ റെസിപ്റ്റ് അല്ലെ, ആ ചെക്ക് കൊടുക്കുമ്പോ എന്താണ്? അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് കമ്പ്യൂട്ടറിൽ. ആ സമയത്താണ് അല്ലെങ്കിൽ എന്താണ് പെയിന്റിങ്ങിൽ വെക്കാറുണ്ടോ അവര്? നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ വർക്കൊക്കെ തീർന്നതിന് ശേഷമാണ് അവര് റെക്കോർഡ് ചെയ്ത് വെക്കാറ്. എങ്ങനെയാണോ ചെയ്യാറ്? എങ്ങനെയാ ചെയ്യാറുണ്ട്? അല്ല, എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൊടുക്കുമ്പോ തന്നെ ആ കമ്പ്യൂട്ടറിൽ അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് ആ ടൈമില് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലാണെങ്കിൽ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗി വരുമ്പോ അവരുടെ പരിചരണം നടക്കുന്ന സമയത്ത് ഇവാലുവേഷൻ ചെയ്യുന്നു. കിട്ടിയോ? മനസ്സിലായോ എന്താണെന്ന് കൺകറന്റ് ഓഡിറ്റ്? ഓക്കെ. ഇനി എന്താണ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്? റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നോക്കിക്കോളൂ, ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, കെയർ കൊടുത്ത ശേഷം അയാളുടെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അതിനുശേഷമാണ് വിലയിരുത്തുന്നത്, ഇവാലുവേഷൻ ചെയ്യുന്നത്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, അയാൾക്ക് കെയർ കൊടുത്തു, പരിശോധന നടത്തി, അയാളുടെ റെക്കോർഡ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി അതിനുശേഷമാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ഓക്കെ ആണോ? അതാണ് ഇത് രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് അവിടെ ഇവാലുവേഷൻ ചെയ്യുന്നത്. മനസ്സിലായോ രണ്ടിന്റെ ഡിഫറൻസ്? കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം നടക്കുന്ന സമയത്ത് തന്നെ ഇവാലുവേഷൻ ചെയ്യുന്നുണ്ട്. റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് രോഗി ഹോസ്പിറ്റലിൽ വന്നു, പരിചരണം നടത്തി, അതിനുശേഷം അയാളുടെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അതിനുശേഷമാണ് അവിടെ ഇവാലുവേഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു രോഗിക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പല ഡോക്യുമെന്റ്സും അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത കാലയളവിന് ശേഷമാണ് അവര് റെക്കോർഡ്സ് ഒക്കെ നോക്കി അത് പെർഫെക്റ്റ് ആണ് എന്നുള്ളത് അവര് വിലയിരുത്തി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്ത് കിട്ടുള്ളൂ? ഇൻഷുറൻസ് ക്ലെയിം കിട്ടുള്ളൂ അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. റെക്കോർഡ്സ് അയാള് വന്നു, ഹോസ്പിറ്റലിൽ ആ രോഗി വന്നു, പരിചരണം കൊടുത്തു, അതിനുശേഷം റെക്കോർഡ്സ് കംപ്ലീറ്റ് ആക്കി, അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ അവിടെ ഇവാലുവേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ ആണോ? കൺകറന്റ് ഓഡിറ്റും റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റും ഒക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ എന്താണ്? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. പ്ലാനിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. It is needful to obtain baseline information through assessment of achievements. എന്താണ് achievements? Achievements എന്താ? നേട്ടങ്ങൾ അല്ലെ, നേട്ടങ്ങൾ. അച്ചീവ്മെന്റ്സ് മീൻസ് നേട്ടങ്ങള്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ഫ്യൂച്ചറില്
ഫ്യൂച്ചറിൽ ഒരു ഹോസ്പിറ്റലിന്റെ നേട്ടങ്ങൾ ഉണ്ടാവും, ഫ്യൂച്ചറിൽ നേട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ നേട്ടങ്ങള് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. എന്താ പറയുന്നത്? ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് എന്താണ് ഫ്യൂച്ചറിൽ ഭാവിയിൽ അല്ലെ, ഭാവിയിൽ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവാം, ആ നേട്ടങ്ങള് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റലിലെ ഫ്യൂച്ചർ പ്ലാൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന അച്ചീവ്മെന്റ്സ് വിലയിരുത്താനും വേണ്ടിയിട്ടുമാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിയേ. For comparison purpose with a view to improving the service. അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു വൈ ഓഡിറ്റ് എന്താണ്, അവരുടെ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ് ഒക്കെ കൂടി ഇംപ്രൂവ് ആക്കുന്നതിന് അല്ലെ, രോഗികൾക്ക് നല്ല രീതിയിൽ കെയറിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഓഡിറ്റ് ചെയ്യാറുണ്ട്. ഓഡിറ്റിങ്ങിലൂടെയാണ് പല ഇംപ്രൂവ്മെന്റ്സും വേണമെന്ന് നമ്മൾ അറിയുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്? അവർ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റില് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇംപ്രൂവിന്റെ സർവീസിൽ അവർ കൊടുക്കുന്ന സർവീസിൽ ഇംപ്രൂവ്മെന്റ് ചെയ്യണോ എന്നുള്ള കാര്യം, ഇംപ്രൂവ് ചെയ്യണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. ഇനി എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് റെഗുലേറ്ററി in nature that ensure full and effective utilization of staff and facilities available. എന്താ പറഞ്ഞത്? നമ്മള് ഹോസ്പിറ്റലാണെങ്കിൽ പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. ആ സ്റ്റാഫുകളുടെ ഫുള്ളായിട്ടും, ഫുൾ എന്താണ്, പൂർണ്ണമായും അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റീവ് എന്താണ്? എന്താണ്? ഫലപ്രദമായ അല്ലെ, ഫലപ്രദമായ രീതിയിൽ സ്റ്റാഫുകളെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ഫുള്ളായിട്ടും പൂർണ്ണമായിട്ടും അതുപോലെ ഫലപ്രദമായിട്ടും അവിടെയുള്ള സ്റ്റാഫുകളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് പുട്ട് ഇൻടു പ്രാക്ടീസസ്. ഇവിടെ എന്താണ് പറഞ്ഞത്? ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന സർവീസുകളായാലും അതുപോലെ തന്നെ ഹെൽത്ത് പ്രോഗ്രാംസും എത്രമാത്രം ഇഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ എഫിഷ്യൻസി അല്ലെ, എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട്. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റീവ്നെസ് ഫലപ്രദമായ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല് ഫലപ്രദമായ. എഫിഷ്യൻസി എന്താണ്? എഫിഷ്യൻസി എന്ത്? എഫിഷ്യൻസി എന്താ? കാര്യക്ഷമമായ. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന സർവീസുകളായാലും അതുപോലെ തന്നെ ഹെൽത്ത് പ്രോഗ്രാംസ് ആയാലും നല്ല രീതിയിൽ ഫലപ്രദമായിട്ടാണോ, അല്ലെങ്കിൽ എത്രമാത്രം ഫലപ്രദമാണ്, എത്രമാത്രം എഫിഷ്യൻസി, കാര്യക്ഷമതയോട് കൂടിയിട്ടാണ് അവർ കൊടുക്കുന്നത്, അത് അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് നെക്സ്റ്റ് ടോപ്പിക് എന്താ? നെക്സ്റ്റ് പോയിന്റ്, narrate and measure present performance അല്ലെ. പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ, കറണ്ട് അല്ലെ, കറന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ പ്രസന്റ് പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അളക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയേ. help developing obvious standards. എന്താണ് obvious എന്ന് പറഞ്ഞാല്? obvious എന്താ? എന്താണ് obvious? വ്യക്തമായ അല്ലെ, വ്യക്തമായ
വ്യക്തമായ മാനദണ്ഡങ്ങൾ, സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് മാനദണ്ഡങ്ങൾ, വ്യക്തമായ മാനദണ്ഡങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും എന്ത് നടത്തുന്നുണ്ട്? ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. റെക്കമെൻഡ്സ് വാട്ട് റിക്വയർഡ് ടു ബി ചേഞ്ച്ഡ്. എന്താണ് പറഞ്ഞത്? ഇപ്പൊ നമ്മള് ഓഡിറ്റ് നടത്തുമ്പോ ഞാൻ പറഞ്ഞു എന്താണ്, ചില കാര്യങ്ങളില് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ചില കാര്യങ്ങളിൽ ഒന്നുകൂടി ഇംപ്രൂവ് ആക്കാനുള്ളതുണ്ടാവും. ചിലപ്പോ പേഷ്യൻസ് കെയർ കൊടുക്കുന്നതിൽ നമ്മൾ ഒന്നുകൂടി ഇംപ്രൂവ് ആക്കേണ്ടതുണ്ടാവും. ആ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ചില കാര്യങ്ങളില് മാറ്റം വരുത്തേണ്ടതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഹെൽപ്പ് ടു മൊബിലൈസ് ദ റിസോഴ്സസ് ഫോർ ചേഞ്ച്. നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങളില് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ മാറ്റം വരുത്താനായിട്ട് എന്താണ്, ചില റിസോഴ്സസുകളുടെ ആവശ്യം വേണ്ടി വരും, ചില വിഭവങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏതൊക്കെ റിസോഴ്സസുകളാണോ മാറ്റം വരുത്താനായിട്ട് വേണ്ടത്, അതെന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഇനി എന്താണ്? അപ്രൈസസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്. എന്താണ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? മുമ്പത്തെ, അല്ലെ? മുമ്പത്തെ പരിചരണ കാര്യങ്ങള് ഇവാലുവേറ്റ് ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളില് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നു. മനസ്സിലായോ? എന്താ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്? എന്തെങ്കിലും നമ്മള് പാസ്റ്റ്, മുൻപത്തെ കാര്യങ്ങളിൽ, പരിചരണ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും, അല്ലെ? എന്തെങ്കിലും മുമ്പത്തെ പരിചരണ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളില് എന്തെങ്കിലും മോഡിഫിക്കേഷൻ, മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് നോക്കിയിട്ട് ഇത് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഫസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? ഹോസ്പിറ്റലിലെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഭാവിയിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെ, ഭാവിയിലുള്ള നേട്ടങ്ങള് വിലയിരുത്താൻ വേണ്ടിയിട്ടുമാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പറഞ്ഞത് എന്താണ്? ഇംപ്രൂവ് സർവീസ്, അല്ലെ? അവർ കൊടുക്കുന്ന, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എന്താണ്? ഇഫക്റ്റീവ് ആയിട്ടും പൂർണ്ണമായിട്ടും ഫുള്ളായിട്ടും ഇഫക്റ്റീവ് ആയിട്ടും സ്റ്റാഫുകളെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്ന ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലും, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന സർവീസുകളായിക്കോട്ടെ, അതിലും എന്താണ് ഇഫക്റ്റീവ്നെസ്സോ, എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം ഇഫിഷ്യൻസിയോട് കൂടിയിട്ടാണ്, കാര്യക്ഷമതയോട് കൂടിയിട്ടാണ് അവര് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിലയിരുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്? പ്രസന്റ് പെർഫോമൻസ്, ഇപ്പോഴെന്താണ് അവർ ചെയ്യുന്നത്, അവരുടെ പ്രസന്റ് പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് വിലയിരുത്താനായിട്ട്. പിന്നെ എന്താണ്? വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെന്താ പറഞ്ഞത്? എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ പല റിസോഴ്സസുകളുടെ ആവശ്യങ്ങൾ വേണ്ടി വരുന്നുണ്ട്. ആ റിസോഴ്സസുകൾ എന്ത് ചെയ്യാനായിട്ട്? കളക്ട് ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റിലെ മുമ്പത്തെ കാര്യങ്ങളില്, മുമ്പത്തെ പരിചരണങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇവാലുവേഷൻ ചെയ്യണം. അതുപോലെ തന്നെ പ്രസന്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കാര്യത്തിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയെന്ന് കുറച്ച് പോയിന്റ്സ് ഉണ്ട് കേട്ടോ, ഒന്ന് വായിച്ചു നോക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ക്ലിയർ ആയോ? എല്ലാ പോയിന്റ്സും ഡൗട്ട് വല്ലതുണ്ടോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കിയേ, പ്രീ റിക്വിസിറ്റ്സ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. നമുക്ക് ഇവിടെ എന്താണ്, മെഡിക്കൽ ഓഡിറ്റിൽ ഒരു കമ്മിറ്റി ഉണ്ട്. അതിനകത്ത് ആരൊക്കെയാണ് അംഗങ്ങളായിട്ട് വരുന്നത് എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഓഫീസർ, അദ്ദേഹമാണ് അതിന്റെ ഇൻചാർജ്. അതുപോലെ മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. അതുപോലെ തന്നെ ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സും ഉണ്ടാവും. അപ്പൊ ഒന്ന് അടിയിലൊന്ന് വരച്ചു വെച്ചോളൂ കേട്ടോ. ഈ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഓഫീസർ, അദ്ദേഹമാണ് ഇൻചാർജ് ആയിട്ട് വരുന്നത്. അതുപോലെ എന്താണ്, മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ മെമ്പേഴ്സും ഉണ്ടാവും. പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഹെഡ്സ്. ഓക്കെ, 3 പേരാണ് ഈ കമ്മിറ്റിയിലുള്ളത്. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഓഫീസർ, അതാണ് ഇൻചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, മെമ്പർ സെക്രട്ടറി, അതുപോലെ പല ഡിപ്പാർട്ട്മെന്റ്സിന്റെയും ഹെഡ്സ്, അതിലെ മെമ്പേഴ്സ്, ആ മെമ്പേഴ്സും ഉണ്ടാവും. ക്ലിയർ ആയോ? 3 പേരും ക്ലിയർ ആയോ? വണ്ടിയിലൊന്ന് വരച്ചോളൂ കേട്ടോ, വരച്ച് വെച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാം. ഇനി നോക്കിയേ, ദ കമ്മിറ്റി ടു മീറ്റ് once a month on fixed day. എന്താണ് ഈ കമ്മിറ്റി എപ്പോഴൊക്കെയാണ് കൂടുന്നത്? once a month അല്ലെ, മാസത്തില് ഒരിക്കല് ഫിക്സഡ് ഡേയില്, ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ദിവസത്തിലാണ് അവർ കൂടുന്നത്. മാസത്തിൽ ഒരു ദിവസം അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ദിവസം എന്ത് ചെയ്യും? കമ്മിറ്റി കൂടും. അതിൽ ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? ആരൊക്കെ ഉണ്ടാവാം? കമ്മിറ്റി മെമ്പേഴ്സ് ആരാ? മെഡിക്കൽ ഓഡിറ്റിന്റെ കമ്മിറ്റി മെമ്പേഴ്സ് ആരൊക്കെയാ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. ചെയർമാൻ ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, പിന്നെ ഒരാളും കൂടി ഉണ്ടല്ലോ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, എപ്പോഴാ കൂടാ ഈ കമ്മിറ്റി? എപ്പോഴാ കൂടുന്നത്? ഓർമ്മയുണ്ടോ നോക്കട്ടെ, എപ്പോഴാ കൂടുന്നത് ഈ കമ്മിറ്റി? വൺസ് മന്ത്ലി. ഓക്കെ, ഇനി നോക്കിയേ, വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അവിടെ നിന്ന് കോമെന്റ് കൊടുത്തോളൂ കേട്ടോ, ഒരു കോമെന്റ് കൊടുത്താൽ മതി. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡാറ്റ. ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡിൽ അടങ്ങിയിരിക്കുന്നത്. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായിരിക്കാം? എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല്? എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്? കണക്കല്ലേ. അപ്പൊ ഹോസ്പിറ്റലുകളിലെ സ്ഥിതി വിവര കണക്കുകളാണ് അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകൾ, അതാണ് ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നോക്കിയേ, ഇനി എന്താണ് ഹോസ്പിറ്റൽ റിസോഴ്സസ് അല്ലെ? എന്താണ് റിസോഴ്സസ്? പല വിഭവങ്ങളെയും കുറിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യേണ്ടതുണ്ട്. ഹോസ്പിറ്റൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ അവർ കൊടുക്കുന്ന കെയർ ഉണ്ട്, അതുപോലെ പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കുറെ വിഭവങ്ങൾ നമുക്ക് ആവശ്യമാണ് ഹോസ്പിറ്റലിന്റെ. അപ്പൊ ആ വിഭവങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഹോസ്പിറ്റൽ റിസോഴ്സസിൽ വരുന്നത്. എന്താ വരുന്നത്? റിസോഴ്സസുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഹോസ്പിറ്റൽ റിസോഴ്സസിൽ വരുന്നത്. ഇനി നോക്കിയേ, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്. നമ്മൾ പറഞ്ഞു എന്താണ്, ഹോസ്പിറ്റലില് പല കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാല്.
ഹോസ്പിറ്റലില് കുറെ അധികം സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കാം അഡ്മിഷൻ ഡാറ്റ? എന്തായിരിക്കാം അഡ്മിഷൻ ഡാറ്റ? പറയാൻ പറ്റോ? ഗസ് ചെയ്യാൻ പറ്റോ? പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ ഉണ്ടാവാം. ഓക്കെ, പേഷ്യന്റിന്റെ അഡ്മിറ്റ് ആയ കാര്യങ്ങൾ അല്ലെ, അഡ്മിഷൻ നടത്തുമ്പോഴുള്ള കാര്യങ്ങള്, പേര്, അങ്ങനെയുള്ള കാര്യങ്ങള്, പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്തുണ്ടാവും? അഡ്മിഷൻ ഡാറ്റയിൽ ഉണ്ടാവും. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ്സിൽ അടങ്ങിയിരിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകള്, ഹോസ്പിറ്റലിന്റെ റിസോഴ്സുകൾ, എന്തൊക്കെ വിഭവങ്ങളാണ് ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ചുള്ള, റിസോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനി ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഐറ്റംസുകളായാലും കുറെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്. അതുപോലെ തന്നെ അഡ്മിഷൻ ഡാറ്റ, പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ അഡ്മിഷൻ ഡാറ്റയിൽ ഉണ്ടാകും. ക്ലിയർ ആയോ? ഇനി നോക്കിയേ, സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ് ഒരു 6 സ്റ്റേജസ് ആണ് പഠിക്കാനുള്ളത്. പ്രിപ്പയറിംഗ് എ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ് ആൻഡ് റീ ഓഡിറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചോളണം കേട്ടോ. എന്താണ് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്? വരാം. ചിലപ്പോ സെക്കൻഡ് സ്റ്റേജ് എന്താണ്, 4th സ്റ്റേജ് എന്താണ്, 6th സ്റ്റേജ് എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇതൊക്കെയാണ്. ഇനി ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതിനുള്ളില് പല കാര്യങ്ങളും വരുന്നുണ്ട്. കണ്ടോ, ഡയഗ്രാം കണ്ടോ? 3 രീതിയിലാണ് ഡയഗ്രാംസ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു കൊള്ളണം. ഡയഗ്രാമത്തിൽ ചിലപ്പോ ഒരെണ്ണം തന്നിട്ട് ചിലപ്പോ ഒരെണ്ണം തരില്ല നിങ്ങൾക്ക്. അപ്പൊ അത് ഏതാണെന്ന് എടുത്തെഴുതാ. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഓഡിറ്റ് വരുന്നത്. സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് ഉണ്ട്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്സ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റീ ഓഡിറ്റ് കേട്ടോ. ഇനി ഫസ്റ്റ് സ്റ്റേജ് നോക്കിയേ. ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. അപ്പോ അതിനകത്തൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങളും കാണാപ്പാഠം പഠിച്ചു വെക്കാവുന്നതാണുള്ളത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വന്നത് എന്താണ്? സെലക്ടിങ് എ ടോപ്പിക്. ആദ്യം നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ടോപ്പിക് നമ്മൾ ഓഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടോപ്പിക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ ഫസ്റ്റ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്നത് ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്? സെലക്ടിങ് എ ടോപ്പിക്. ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? പ്രയോറിറ്റൈസ് ഓഡിറ്റ് അല്ലെ. എന്ത് ചെയ്യണം? അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. എന്താണ്? മുൻഗണന കൊടുത്തു. ഓക്കെ, ആദ്യം ടോപ്പിക് സെലക്ട് ചെയ്തു, അതിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തു, മുൻഗണന കൊടുത്തു. ഓക്കെ, ഇനി തേർഡ് വൺ എന്താണ്? ഡിഫൈനിങ് ദ പർപ്പസ്. നമ്മള് എന്തിനെ കുറിച്ചാണോ നമ്മൾ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ പർപ്പസ്, ഉദ്ദേശം റെക്കോർഡ് ചെയ്യണം, എഴുതി വെക്കണം. ആദ്യം നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്തു, അതിന് പ്രയോറിറ്റി കൊടുത്തു, പിന്നെ അതിന്റെ പർപ്പസ് എന്താണ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്, അതിനെ കുറിച്ച് അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് റെക്കോർഡ് ചെയ്യണം. 3 സ്റ്റേജും ക്ലിയർ ആയോ? 3 പോയിന്റും ഫസ്റ്റ് സ്റ്റേജിലെ 3 പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താണ്? പ്ലാനിങ് ഓഡിറ്റ്. ഓഡിറ്റ് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ്, ലാസ്റ്റ് പോയിന്റ് ആണ് ഇത് യൂസേഴ്സ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് പേഷ്യൻസിനോടോ അല്ലെങ്കിൽ ആളുകളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇൻഫർമേഷൻസ് ശേഖരിക്കുക, കളക്ട് ചെയ്യുക. 5 കാര്യങ്ങളാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ പറഞ്ഞത്. നമ്മൾ ആദ്യം ടോപ്പിക് സെലക്ട് ചെയ്തു,
പ്രയോറിറ്റി കൊടുത്തു, മുൻഗണന നൽകി. അതിന് എന്താണ് പർപ്പസ്, ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് എഴുതി വെച്ചു. അതിനുശേഷം പ്ലാനിങ് ചെയ്തു. ഇൻഫർമേഷൻസ് ആളുകളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു. ഓക്കെ ആണോ? നോക്കിയേ, ഒന്ന് ഓടിച്ചു നോക്കിയേ, ഒന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കിയേ. ക്ലിയർ ആയെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. ക്ലിയർ ആയെങ്കിൽ മിസ്സിനോട് പറഞ്ഞാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ പറഞ്ഞു തരാം. ഓക്കെ. ഓക്കെ ആണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് ആണ് എന്ത്? സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. നമ്മൾ എന്ത് ചെയ്തു? മാനദണ്ഡങ്ങൾ അല്ലെ. ക്രൈറ്റീരിയ എന്താ? മാനദണ്ഡങ്ങൾ സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. അതിനകത്ത് ഫസ്റ്റ് ആ ഡയഗ്രാമിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് പോയിന്റ് എന്തായിരിക്കാം? ഡിഫൈനിങ് ക്രൈറ്റീരിയ. അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ആണ് ഡിഫൈനിങ് ക്രൈറ്റീരിയ. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് മാനദണ്ഡം എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഓരോ ടോപ്പിക് എടുക്കും അല്ലെ. എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ എന്നുള്ളത് സെലക്ട് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ടോപ്പിക് സെലക്ട് ചെയ്യും. എന്താണ്? പേഷ്യന്റ് കെയർ ആവാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചാവാം നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് നിന്ന് ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു. എന്താണ് മാനദണ്ഡം എന്നുള്ളത് ഡിഫൈൻ ചെയ്തു. അതാണ് ഫസ്റ്റ് പോയിന്റ്, ഡിഫൈനിങ് ക്രൈറ്റീരിയ. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്? സോഴ്സസ് ഓഫ് എവിഡൻസ്. നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പിക് സെലക്ട് ചെയ്തു അല്ലെ, അതിനെ കുറിച്ചുള്ള എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ. എവിഡൻസ് എങ്ങനെ കളക്ട് ചെയ്യാം? മെയിൻ ആയിട്ട് നമ്മളിപ്പോ പേഷ്യന്റ് കെയർ ആണെങ്കിൽ എവിടെ നിന്നാണ് സോഴ്സസുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? പേഷ്യൻസിൽ നിന്ന് അല്ലെ. പേഷ്യൻസിന്റെ ഇതിൽ നിന്നാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു എന്താണ്? ഓഡിറ്റ് നടത്തുമ്പോ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഓഡിറ്റ് നടത്തുന്നത് ഇതിൽ നിന്നായിരിക്കാം മെയിൻ ആയിട്ട്? പേഷ്യൻസിന്റെ റെക്കോർഡിൽ നിന്നല്ലേ. അപ്പോ എവിഡൻസ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ പേഷ്യന്റ് രജിസ്റ്ററിൽ നിന്ന്. ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളും. എന്താണ്? പേഷ്യന്റിന്റെ രജിസ്റ്ററും അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സും വഴിയാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? എവിഡൻസ് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പേഷ്യൻസിന്റെ രജിസ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നോ ആണ് എവിഡൻസ് കളക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് എന്ത്? അപ്രൈസിങ് ദ എവിഡൻസ്. എന്താണ്? നമ്മൾ ഈ എവിഡൻസ് കളക്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞത്. എന്താണ്? അപ്രൈസിങ് ദ എവിഡൻസ്. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, അതിന് ഇവാലുവേഷൻ നടത്തി. ഓക്കെ. അപ്പോ സെക്കൻഡ് സ്റ്റേജിൽ എന്താ ചെയ്തത്? സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. അതിനകത്ത് വരുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ഡിഫൈനിങ് ദ ക്രൈറ്റീരിയ. നമ്മള് എന്താണ് മാനദണ്ഡം എന്ന് ഡിഫൈൻ ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓഡിറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആ വിഷയം ചിലപ്പോൾ എന്താണ്? പേഷ്യൻസിന്റെ കെയറിന് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാവാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്തു. എന്താണ് മാനദണ്ഡം എന്നുള്ളത് ഡിഫൈൻ ചെയ്ത് ഇനി അതിനെ പറ്റിയ എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്തു. സോഴ്സസ് ഓഫ് എവിഡൻസ്. ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്തത്? പേഷ്യൻസ് രജിസ്റ്ററിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡിൽ നിന്നോ ആണ് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുന്നത്. ഈ കളക്ട് ചെയ്ത എവിഡൻസ് നമ്മൾ ഇവാലുവേഷൻ നടത്തി. അതാണ് എന്ത്? അപ്രൈസിങ് ദ എവിഡൻസ്. ക്ലിയർ ആയോ? 3 പോയിന്റ് നോക്കിയാണോ? ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി.
ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? നമ്മള് ഡൗട്ട് ഉണ്ടോ? എന്തൊക്കെയാ പഠിച്ചത്? ക്ലിനിക്കൽ ഓഡിറ്റ് നോക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. നമ്മൾ എന്ത് ചെയ്തു? ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഴ്സുമാരുടെയും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. അതുപോലെ ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ആയിട്ട് അല്ലെ, ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടാവാം, പോളിസീസ് ഉണ്ടാവാം, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ്, നിലവാരം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ടോട്ടൽ ആയിട്ട് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നതാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. ഓക്കെ ആണോ? ഇനി നമ്മൾ മെത്തേഡ്സ് നോക്കിയല്ലേ, ഏതൊക്കെയാണ് ഓഡിറ്റിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്? ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്, ചെക്ക് ലിസ്റ്റുകൾ ഉണ്ട്, റെക്കോർഡ്സ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഉണ്ട്, അതുപോലെ ക്വസ്റ്റ്യനെയർസ്, ഇന്റർവ്യൂസ്, ക്ലിനിക്കൽ കേസ് റിവ്യൂ. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് നോക്കി. കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിചരണം നടക്കുന്ന സമയത്ത് ഇവാലുവേഷൻ നടക്കുന്നു. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗി വന്നു, പരിചരിച്ചു, ഇതിന്റെ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി അതിനുശേഷമാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ഇനി അതുപോലെ തന്നെ പർപ്പസ് നോക്കിയല്ലേ, പർപ്പസിന് പറയണോ മിസ്? ഓക്കെ ആണോ പർപ്പസ്? പർപ്പസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനി മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്താണ്? ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? ചെയർമാൻ ഉണ്ടാവും, അതുപോലെ സെക്രട്ടറി ഉണ്ടാവും, അതുപോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ മെമ്പേഴ്സുകളും ഉണ്ടാവും. അവര് മീറ്റിംഗ് നടത്തുന്നത് എങ്ങനെയാണ്? കമ്മിറ്റി കൂടുന്നത് വൺസിനെ അല്ലെ, വൺസ് എ മന്തിലാണ്, മാസത്തിൽ ഒരിക്കലാണ് ഫിക്സ് ചെയ്ത ഡേയില് എന്ത് ചെയ്യും? മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി 2 സ്റ്റേജസുകളാണ് നമ്മൾ പഠിച്ചത് അല്ലെ. പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ സെലക്ടിങ് ടോപ്പിക്, പ്രയോറിറ്റി കൊടുത്തു, പർപ്പസ് എന്താണ് ഡിഫൈൻ ചെയ്തു, പ്ലാൻ ചെയ്തു, അതിനുശേഷം യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെ, ആളുകളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് സ്വീകരിച്ചു, അത് ശേഖരിച്ചു. ക്ലിയർ ആയോ? ഇനി എന്താ പറഞ്ഞത്? സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. നമ്മൾ ആദ്യം മാനദണ്ഡം എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്തു, അതിനുശേഷം അത് ഇവാലുവേഷൻ നടത്തി. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, നാളെ വരുമ്പോ ഇത്രയും വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.